തീവ്രവാദം ലോകത്തിന് അപകടകരമാണ്. ആ തീവ്രവാദത്തിൽ പെട്ടുപോകുന്നവരെ രണ്ട് രീതിയിലാണ് നേരിടുന്നത്. ഏറ്റവും കഠിനമായ ഹാർഡ് ആൻഡ് എക്സ്ട്രീമിസ്റ്റുകളെ, ടെററിസ്റ്റുകളെ നമ്മുടെ ആർമിയും നമ്മുടെ ഏജൻസികളും ഡീൽ ചെയ്യുന്നു. എന്നാൽ അവരിൽപ്പെട്ട് വഴിതെറ്റി പോകുന്നവരെ, തടിയവൻ്റെ നസീർ അടക്കമുള്ള തീവ്രവാദികൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന യങ്സ്റ്റേഴ്സ് ഉണ്ട്, അവരെ അടക്കം തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഇതാണ് ഇന്ത്യയുടെ ഡീ റാഡിക്കലൈസേഷൻ സ്ട്രാറ്റജിയുടെ ഏറ്റവും വലിയ പ്രാധാന്യങ്ങളിലൊന്നും. ഇന്ത്യയുടെ ഡീ റാഡിക്കലേഷൻ സ്ട്രാറ്റജി ആ അർത്ഥത്തിൽ പ്ലാൻ ചെയ്യുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥരിൽ ഒരാളായ സയ്യദ് ആസിഫ് ഇബ്രാഹിമാണ്. അദ്ദേഹം ഒരു മുസ്ലിമാണ്. ഇന്ത്യയുടെ ആദ്യ നമ്മുടെ ഇന്റലിജൻസ് ബ്യൂറോയുടെ മുസ്ലിം മേധാവിയാണ് അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ വളരെയധികം ആൾക്കാരിലേക്ക് എത്തി. അത് അനുകൂലവും എതിരും ഒക്കെ ആയിട്ടുള്ള സംവാദങ്ങൾ നിറച്ചു എന്നറിഞ്ഞു. ഞാനും ശ്രീ ആരിഫ് ഹുസൈനും ശ്രീ ശ്രീജിത്ത് പണിക്കരും NIA മുൻ ഓഫീസറായിരുന്ന സാറും കൂടിയൊക്കെ ഒരുമിച്ചിരുന്നൊരു പരിപാടിയാണ്. അതിലെ ഒന്ന് രണ്ട് പ്രസക്ത ഭാഗങ്ങൾ കേൾക്കാം. ജിഹാദ് എന്നൊക്കെ പറയുന്നത് തരാതരം അവസരത്തിൽ ഒരു ഇസ്ലാമോഫോബിയെ കുത്തിക്കേറ്റ ഒരു അവസരം കിട്ടിയിട്ട് ചെയ്യുന്നതാണ്. അതിന് വലിയ പ്രസക്തിയൊന്നുമില്ല. അതിന് പ്രസക്തി ഇല്ലെന്ന് പറയാൻ ഇന്ത്യയുടെ ആദ്യ IB ചീഫ്, മുസ്ലിം IB ചീഫായിരുന്ന വ്യക്തി, ഇന്ത്യയുടെ അതായത് ഭാരതത്തിന്റെ ഡീറാഡിക്കലൈസേഷൻ സ്ട്രാറ്റജി പ്ലാൻ ചെയ്ത നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊന്നായ സയ്യിദ് ആസിഫ് ഇബ്രാഹിം പറയുന്നത് എന്താ അറിയാമോ? ഈ ഡീറാഡിക്കലൈസേഷന്റെ ഏറ്റവും നല്ല വഴി നല്ല മതപഠനം കൊടുക്കുകയാണെന്നുള്ളതാണ്. മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ നല്ല ലീഡേഴ്സിനെ വെച്ച് ജയിലുകൾക്കുള്ളിൽ നല്ല മതപഠനം കൊടുക്കുകയാണ് ഐസിസിനെ കൗണ്ടർ ചെയ്യാനുള്ള ഏറ്റവും വലിയ വഴി. പറയുന്ന ആരാണ്? ഇന്ത്യയുടെ ഔദ്യോഗികമായ മോദി സർക്കാരിന്റെ ഡീറാഡിക്കലൈസേഷൻ നല്ല പഠനം നടത്താൻ വേണ്ടി വന്ന ചേകന്നൂർ മണ്ണിന്റെ അടിയിലാണ്. ബാക്കി ആരും ആരുടെ സംസാരിക്കുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ? നേരത്തെ ശ്രീജിത്ത് പണിക്കർജി പറഞ്ഞ കാര്യത്തിലൂടെ സ്പിരിറ്റിനോട് യോജിക്കുന്നു. പക്ഷെ അതിന് ന്യൂവാൻസസ് ഉണ്ട്. അതായത് നമ്മുടെ മുസ്ലിം കമ്മ്യൂണിറ്റി ആക്റ്റീവ്ലി ഇതിനെ തള്ളി പറയണം. പക്ഷെ പലപ്പോഴും മുസ്ലിം കമ്മ്യൂണിറ്റി പറയുന്നത് എന്താ അറിയാമോ? ഞങ്ങൾക്ക് ഇതുമായിട്ട് ആക്റ്റീവായ ആ ഒരു ബന്ധവുമില്ല, അതുകൊണ്ട് ഞങ്ങൾ എന്തിനാണ് ഇത് തള്ളി പറയുന്നത് എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് അവരോടുള്ള അഭ്യർത്ഥന, ഞാൻ അതിനെക്കുറിച്ച് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആര് പറഞ്ഞു? തള്ളി പറയാൻ കഴിയണം. ഞാൻ അങ്ങനെ യോജിക്കുന്നില്ല. അല്ലല്ല, ഞാൻ അതിന്റെ മറുപടി പറയല്ലോ, ഒന്ന് കേൾക്കൂ. ഒരുപാട് പറയുന്നതിനോട് യോജിച്ചുകൊണ്ട് പറയുകയാണ്. പലപ്പോഴും മുസ്ലിം സംഘടനകൾ അത് തെള്ളി പറയാത്തതിന്റെ റീസൺ ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവും അതിനില്ല, അതുകൊണ്ട് ഞങ്ങൾ അത് തെള്ളി പറയേണ്ട ആവശ്യമില്ല എന്ന നിലപാടെടുക്കുകയാണ്. അത് നമുക്ക് യോജിക്കാൻ. ഇതൊക്കെ നിങ്ങൾ എന്തിനാണ് ഈ ജിഹാദിനെ വെളുപ്പിക്കുന്നത്? രാഹുൽ, അത് അവര് പറയേണ്ടത്, നമ്മൾ പറഞ്ഞുകൊണ്ട് കാര്യം. ഇതെന്തിനാ ജിഹാദിനെ വെളുപ്പിച്ച അവരുടെ മൗത്ത് പീസ് ആവുന്ന എന്തിനാണ്? എന്തൊരു കഷ്ടമാണ്. ഒരാൾ സംസാരിക്കുകയാണ് പറയുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റൂലേ? രാഹുൽ നുണയാണ്, പച്ച നുണയാണ് പറയുന്നത്. ഇതുപോലെ വഴി തിരിച്ചുവിടാണ്, ഈ ചർച്ചയെ വഴി തിരിച്ചുവിടാണ്. എന്താ അറിയാം മഞ്ജുഷ്, എന്തായത് രാഹുൽ പറഞ്ഞോളൂ. അല്ലല്ല, ശ്രീജിത്ത് പണിക്കർ പറഞ്ഞതിനോട് യോജിച്ചോണ്ടാ ഞാൻ പറയുന്നത്. അതിലെ ന്യൂവാൻസ് എന്ന് പലപ്പോഴും മുസ്ലിം കമ്മ്യൂണിറ്റി ശ്രദ്ധിക്കേണ്ട കാര്യം, അവർ തെള്ളി പറഞ്ഞില്ലെങ്കിൽ അത് തെറ്റിദ്ധാരണകൾക്ക് ഇടം കൊടുക്കും. നാളെ തെള്ളി പറഞ്ഞാൽ മാത്രമേ സിദ്ദിഖാപ്പൻ അടക്കമുള്ളവർ അനീതി നേരിടുന്നെങ്കിൽ അത് അനീതിയാണെന്ന് ഇവർക്ക് ഉറച്ചു പറയാൻ ശബ്ദം കിട്ടും. അതുകൊണ്ട് തടിയന്റെ അവിടെ നസീർ ആകട്ടെ, അന്താരാഷ്ട്ര തലത്തിൽ ഒസാമ ബിൻ ലാദൻ ആകട്ടെ, പ്രൂവ്ഡ് ആയ ഡൗട്ട് ഇല്ലാത്ത ഇത്തരം ആൾക്കാരെ തെള്ളി പറയാനും ആക്റ്റീവ്ലി മോശമാണെന്ന് പറയാനും, ഇവർ ഞങ്ങളിൽ ഇല്ലാന്നും നോട്ട് ഇൻ മൈ നെയിം എന്നും ഇവർക്ക് പറയാൻ കഴിയണം. എന്നാൽ മാത്രമേ പൊതുസമൂഹത്തിൽ കൂടുതൽ വിശ്വാസ്യത നേടിയെടുക്കാനും, അതോടൊപ്പം നാളെ ഏതെങ്കിലും ഒരു ഏജൻസി മോശമായിട്ട് അല്ലെങ്കിൽ തെറ്റായിട്ടൊരു മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ആളെ വേട്ടയാടുകയാണെങ്കിൽ അത് തെറ്റാന്ന് പറയാനും കഴിയും. ഇപ്പൊ സിദ്ദിഖാപ്പൻ അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു മുസ്ലിം നേതാവ് വന്ന് ആക്റ്റീവ്ലി പറയുകയാണ്, ഞാൻ തടിയന്റെ അവിടെ നസീറിനെ അതിശക്തമായി തെള്ളി പറഞ്ഞോളാം, ഞങ്ങളിലുള്ളവനല്ല. അതായത് ഒവൈസി അത് പലപ്പോഴും പറയുന്നുണ്ട്, ISIS are dogs from hell. അതായത് നരകത്തിൽ നിന്നുള്ള നായകളാണ് ഈ ISIS എന്ന്. അതിൻ്റെ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുസ്ലിം സമൂഹത്തോട് ഈ വലതുപക്ഷക്കാർ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ വലതുപക്ഷക്കാർ അല്ലെങ്കിൽ സ്ട്രോങ് ആയ വലതുപക്ഷ നിലപാടെടുക്കുന്നവരോട് സ്ഥിരം എൻഗേജ് ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ. നമുക്കിത് വേണ്ടത് ഇതൊരു മധ്യമാർഗമാണ്. അവിടെയാണ് തടിയൻ്റെ അവിടെ നസീർ തെറ്റാണ് എന്ന് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ ശക്തമായി മുമ്പോട്ട് വന്ന് പറയുമ്പോഴാണ് നാളെ സിദ്ദിഖാപ്പനെ പോലെ അനീതി നേരിട്ട ഒരാൾക്ക് കൂടുതൽ പിന്തുണ കൊടുക്കാനുള്ള ഒരു ധാർമ്മികത, ഒരു മോറൽ അപ്പർ ഹാൻഡ്, ഒരു എത്തിക്കൽ അപ്പർ ഹാൻഡ് പലപ്പോഴും ഉണ്ടാകുന്നു. ഇല്ലെങ്കിൽ കടുത്ത ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കുന്ന പലരും, വിശേഷ്യ ശ്രീ ആരിഫ് ഹുസൈൻ അടക്കമുള്ള ആൾക്കാർ, അദ്ദേഹത്തെ അങ്ങനെ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, എനിക്ക് വ്യക്തിപരമായി അദ്ദേഹത്തെ അറിയാം. അദ്ദേഹത്തിൻ്റെ നിലപാട് അങ്ങനെ ആയതുകൊണ്ടാണ്. അദ്ദേഹം ഇസ്ലാമോഫോബിയ എന്ന വാക്ക് അംഗീകരിക്കുമെന്ന് അറിയില്ല. പക്ഷേ മുസ്ലിം സമൂഹത്തിനോട് പൊതുവെ വിരോധം, റീസണബിൾ അല്ലാത്ത വിരോധം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പറയുന്നതാണ്. പരിശുദ്ധ ഖുറാനെ കുറിച്ച് മോശം പറയുന്ന, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തെ കുറിച്ച് മോശം പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെയാണ് ശ്രീജിത്ത് പണിക്കരാകട്ടെ അദ്ദേഹമൊക്കെ പറയുന്ന റീസണബിൾ പൊസിഷനാണ്. ആ പൊസിഷൻ എന്ന് പറഞ്ഞാൽ മുസ്ലിം കമ്മ്യൂണിറ്റി ആക്റ്റീവായി തള്ളി പറയണം. ശ്രീജിത്ത് അത് പറഞ്ഞപ്പോൾ നമ്മുടെ ഉസ്താദ് അൻസാരി സുഹ്രിജി അദ്ദേഹം എന്നോട് അദ്ദേഹം എനിക്ക് വേണ്ടി ഒരു വീഡിയോ പങ്കുവെക്കുകയുണ്ടായി. അതിൽ ഉസ്താദ് വളരെ ശരിയായി പറയുന്നുണ്ട്, നമ്മൾ അങ്ങനെ തള്ളി പറയേണ്ട ആവശ്യം പോലുമില്ല, ഞങ്ങളിലവരില്ല. അദ്ദേഹം പറഞ്ഞ സ്പിരിറ്റിനോട് ഞാൻ യോജിക്കുന്നു. യോജിച്ചുകൊണ്ട് തന്നെ
തന്നെയാണ് അഭ്യർത്ഥന. നമ്മൾ നാളെ സിദ്ദിഖാപ്പന്റെ വിഷയത്തിൽ, ഞാൻ സിദ്ദിഖാപ്പനെ അനുകൂലിച്ച വ്യക്തിയാണ്. സിദ്ദിഖാപ്പനെ അനുകൂലിച്ചതിന് മറുനാടൻ മലയാളി എനിക്കെതിരെ വീഡിയോ വരെ ചെയ്തിട്ടുണ്ട്. രാഹുൽ ഈശ്വർ മറ്റേ ഇസ്ലാമിസ്റ്റുകളുടെ ഇതിലേക്ക് പോയി എന്നൊക്കെ പറഞ്ഞു. സിദ്ദിഖാപ്പൻ ഒരു വാർത്ത കവർ ചെയ്യാൻ പോയി. UP പോലീസ് അതിൻ്റെ പേരിൽ പുള്ളിയെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് 1.5 വർഷം ജയിലിലിട്ടു. ഇതാണ് അതിൻ്റെ സംഭവം. സിദ്ദിഖാപ്പൻ്റെ കാര്യത്തിൽ സിദ്ദിഖാപ്പന് ജനുവിനാണ്, സിദ്ദിഖാപ്പനെ വേട്ടയാടിയതാണ്. എന്നാൽ തടിയൻ്റെ നസീറിൻ്റെ കാര്യം തടിയൻ്റെ നസീർ തെറ്റുവാണ്. ഇത് നമുക്ക് ആർജവത്തോടെ ഉയർത്തി പറയാൻ കഴിയുമ്പോഴാണ് ഒരു ന്യൂവാൻസ് ഉണ്ടാകുന്നത്, സമൂഹത്തിലൊരു മധ്യമാർഗം ഉണ്ടാകുന്നത്. മുസ്ലിം സമൂഹത്തിൽ നിന്നും അത്തരം സ്ട്രോങ് വോയിസുകൾ തീവ്രവാദത്തിനെതിരെ വരുമ്പോൾ, ഹിന്ദു സമൂഹത്തിൽ നിന്ന് വർഗീയതയ്ക്കെതിരെ സ്ട്രോങ് വോയിസുകൾ വരുന്നത് പോലെ, ഗോഡ്സേ വാദത്തിനെതിരെ സ്ട്രോങ് വോയിസ് വരുന്നത് പോലെ അങ്ങനെ വരണം. ഇനിയും കൂടുതൽ വരണമെന്നാണ് നമ്മുടെ മുസ്ലിം സഹോദരങ്ങളുടെ അഭിപ്രായമെങ്കിൽ കൂടുതൽ വരണം, സംശയമൊന്നുമില്ല, കൂടുതൽ വരണം. ഹിന്ദുത്വ എക്സ്ട്രീമിസ്റ്റ് എതിർക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കാണ്. നമ്മുടെ ഇസ്ലാമിസ്റ്റ് എക്സ്ട്രീമിസ്റ്റ് എതിർക്കാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്കാണ്. നമ്മുടെ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം സഹോദരത്തിൽ ഉണ്ടാകുന്ന തീവ്ര സ്വരക്കാരെ അകറ്റി നിർത്താനും മാറ്റി നിർത്താനും നമുക്ക് കഴിയണം. അങ്ങനെയാണ് നമ്മൾ രാഷ്ട്ര നിർമ്മിതിയുമായി, രാജ്യ നിർമ്മിതിയുമായി മുമ്പോട്ട് പോകുന്നത്. അതിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊള്ളും പ്രതീക്ഷിക്കുന്നു. ജയ് ഹിന്ദ്.